എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അതിരാവിലെ തന്നെ വേദ എഴുന്നേറ്റ് റെഡിയായ ശേഷം താഴേക്ക് വരികയാണ്. അവിടേക്ക് വന്നിടൻ തന്നെ അമ്മ വേദയോട് ചായ വേണോയെന്ന് ചോദിക്കുന്നുണ്ട്. മറുപടിയായി വേദ, വേണ്ട, ഞാൻ മുറി വെച്ച് തന്നെ കെറ്റിലിൽ ചായ ഇട്ട് കുടിച്ചു. അത് ശരി, അപ്പോൾ നീയാണോ താഴെ ഉണ്ടായിരുന്ന കെറ്റിലെടുത്തുകൊണ്ട് പോയത്? മറുപടിയായി വേദ താഴേക്ക് വന്ന് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ സമയം വേദ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരിക്കുന്നു. തൊട്ട് എതിർവശത്തായി തന്നെ ഇരിക്കുന്ന ശ്രീയേട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് മറ്റാരുമല്ലായിരുന്നു, വർഷയുടെ അച്ഛനായിരുന്നു. അയാൾ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ആരോ SI സാബുവിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. അത് വിക്രം തന്നെ ആവാനാണ് സാധ്യത. തൻ്റെ അച്ഛനെയും ചേട്ടന്മാരെയും ഉപദ്രവിച്ചതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്തതാവാനേ വഴിയുള്ളൂ. വർഷയുടെ അച്ഛനുമായി ഏറെ നേരം സംസാരിച്ച ശേഷം ശ്രീയേട്ടൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങവേ വേദയോടായി ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പ്രതികാരം ചെയ്യാനായിട്ട് തുടങ്ങിയല്ലേ? ഇത് കേൾക്കുന്ന വേദ മറുപടിയായി, പിന്നെ അച്ഛനെയും ചേട്ടന്മാരെയും തൊട്ടാ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? ഇത് കേട്ടപാടെ ശ്രീയേട്ടൻ, അപ്പോൾ നീ അവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചോ? അതിന് വിക്രമാ ചെയ്തതെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. ഞാൻ നിങ്ങൾ ചോദിച്ചതിൻ്റെ മറുപടി മാത്രമാണ് പറഞ്ഞതെന്ന് ശ്രീയേട്ടനോടായി വേദ പറയുന്നു. എന്തായാലും അധികകാലം അവനിങ്ങനെ കഴിയേണ്ടി വരില്ലെന്ന് ശ്രീയേട്ടൻ പറയുമ്പോൾ അത് ശരിയാണ്. അല്ലെങ്കിലും കുറച്ച് നാൾ കൂടിയേ വിക്രമീനെ ഒളിവിൽ താമസിക്കേണ്ടി വരികയുള്ളൂ. എന്തായാലും സത്യം വെളിയിൽ വരുമല്ലോ. വേദയാകട്ടെ ചില കാര്യം കൂടി ശ്രീയേട്ടനോടായി പറയുന്നുണ്ട്. പക്ഷേ വിക്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തു തീർക്കാണ്ടെന്നറിയില്ല. അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച SIയെയും കൂട്ടുനിന്ന മറ്റു പലരെയും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇനി ആലോചിക്കേണ്ടിയുണ്ട്. ഇത് കേട്ടപാടെ ശ്രീയേട്ടൻ, അപ്പോൾ നിനക്ക് അവൻ ഇപ്പോഴെവിടെ ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയാമല്ലേ? അതിലെന്താ സംശയമെന്നാണ് വേദ തിരിച്ച് ശ്രീയേട്ടനോടായി ചോദിക്കുന്നത്. ഇനിയുള്ള എല്ലാ തിരിച്ചടികളും ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തായിരിക്കുമെന്നും വേദ പറയുന്നു. അതിനുശേഷം വേദ നേരെ തിരിച്ച് മുറിയിലേക്ക് വരുന്നു. ഇപ്പോൾ വിക്രം എഴുന്നേറ്റിപ്പുണ്ട്. വിക്രമിനോടായി വേദ, വേഗം പോയി റെഡിയായിട്ട് വരൂ, ഞാൻ ചായ എടുക്കാം. അതിന് നീ ചായ എടുക്കാൻ താഴെ വരെ പോകുമ്പോൾ ആരെങ്കിലും കാണില്ലേ? അതിന് വേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ മുറിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വേദ വിക്രമിനോട് പറയുന്നത്. എഴുന്നേൽക്കാൻ സഹായം വേണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെയാ? SI സാബുവിനെ ഒറ്റയ്ക്ക് ഈ കാലുമായി പോയി തല്ലി ചതച്ചതല്ലേ? നോക്കണ്ട, നല്ലൊരു കുത്തു വെച്ചുതരാനാണ് എനിക്ക് തോന്നുന്നതെന്ന് വേദ പറയുന്നുണ്ട്. അതിനെന്താ, നീ കുത്തിക്കോ. ആ SIനെ തടഞ്ഞ പോലെ ഞാൻ എന്തായാലും നിന്നെ തടയില്ല. ഒന്നുമില്ലെങ്കിലും നിന്നെ ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൻ്റെ ദേഷ്യമെങ്കിലും നിനക്ക് തീർക്കാനുണ്ടാവില്ലേ എന്ന് വിക്രം. എന്നാൽ ഇത് കേൾക്കുന്ന വേദ, അതിന് എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിക്രമിനോട് എപ്പോഴേലും പറഞ്ഞോ? മറുപടിയായി വിക്രം, നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കൂടി ഞാനത് ഊഹിച്ചെടുക്കണ്ടേ? എല്ലാം അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോഴല്ലേ നീ ഇറങ്ങിപ്പോയത്? മറുപടിയായി വേദ, അതിപ്പോൾ നന്നായില്ലേ? ഒളിച്ച് താമസിക്കാനായിട്ട് നല്ലൊരു സ്ഥലമായില്ലേ? ഇതിനുള്ള മറുപടിയായി വിക്രം, പക്ഷേ ഇതത്ര സേഫായിട്ടുള്ള സ്ഥലമല്ല. അത് വിക്രമിന് തോന്നുകയാണെന്നാണ് വേദ പറയുന്നത്. കാരണം ജില്ലാ ജഡ്ജിൻ്റെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. മാത്രമല്ല, ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ ആ പുറകിലത്തെ വാതിൽ തുറന്ന് നേരെ ചെല്ലുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. അവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. ആ സ്റ്റോർ റൂമിൽ ഒരു സ്ഥലം വിക്രമിനായി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അഥവാ ആരെങ്കിലും വന്നാൽ അവർ പോകുന്നത് വരെ അവിടെ ചെന്നിരുന്നിട്ട് ഞാനൊരു സിഗ്നൽ വരുമ്പോൾ തിരിച്ചു വന്നാൽ മതിയെന്നും വേദ പറയുന്നുണ്ട്. എന്നാൽ ശരി, വേഗം തന്നെ പോയി റെഡിയായിട്ട് വരാനായിട്ട് വിക്രമിനോട് പറയുമ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന വേദ, അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളുടെ കാര്യമല്ലേ, നമുക്ക് നോക്കാമെന്ന് വിക്രമിനോടായി പറയുന്നു. ഈ സമയം SIനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ശ്രീയേട്ടനോടായി ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ദേഹം ആസകലം ഫ്രാക്ചേഴ്സ് ഉണ്ട്. പക്ഷേ കഴുത്തിലെ സ്പൈനൽ കോഡിന് ഭാഗ്യവശാൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്നലെ ഉണ്ടായ അടിയുടെ ആഘാതത്തിൽ SIയുടെ ചലനശേഷി തന്നെ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഒരുപാട് നാളത്തെ ഫിസിയോതെറാപ്പിക്ക് ശേഷം മാത്രമേ ഇയാൾക്കിനി എഴുന്നേറ്റ് നടക്കാൻ കഴിയൂ. ഇത്രയൊക്കെ ആയിട്ട് തന്നെ ഇതൊരു അപകടം മാത്രമാണെന്നാണ് ഇയാൾ ഇതുവരെയും പറയുന്നത്. ഇനി എന്തായാലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, അതിന് സാബുവിന് സംസാരിക്കാൻ കഴിയുമെന്ന് ശ്രീയേട്ടൻ ഡോക്ടറോടായി ചോദിക്കുമ്പോൾ അതിനൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല, അയാളെ അധികം ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. അങ്ങനെ ഡോക്ടറെയും അവിടെ നിന്നവരെയും എല്ലാം പറഞ്ഞയച്ച ശേഷം ഇപ്പോൾ ശ്രീയേട്ടൻ SI സാബുവിനോടായി ഒന്ന് ചോദിക്കുന്നു, സത്യം പറ, ആ വിക്രമല്ലേ ഇതിനെല്ലാം പിന്നിൽ? എന്നാൽ പറഞ്ഞു പഠിച്ചു വെച്ച പോലെന്നോണം ഇതൊരു അപകടം മാത്രമാണെന്നാണ് SI വീണ്ടും ആവർത്തിച്ച് അവരോട് 3 പേരോടുമായി പറയുന്നത്. താൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലെന്നുള്ള നിസ്സഹായ അവസ്ഥയിലാണ് SI സാബുവിൻ്റെ മറുപടി. ഇനി എത്ര നേരം തന്നെ ചോദിച്ചാലും ഇയാൾ ഇത് തന്നെ പറയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശേഷം അവർ 3 പേരും പുറത്തേക്ക് പോകുന്നു. മാത്രമല്ല, ഇങ്ങനൊരു കാര്യത്തിന് വിക്രമല്ലാതെ മറ്റാരും തന്നെ മുതിരില്ല. ഈ ഒരു കാര്യവും കൂടി ചേർത്ത് വിക്രമിനെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ
ഇനിയും പുറം ലോകം കാണിക്കാൻ വഴിയാത്ത വിധത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്കറിയാമെന്നാണ് അവർ മൂവരും കൂടി തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മേലുദ്യോഗസ്ഥന് അത്യാവശ്യം വേണ്ടുന്ന നല്ല രീതിയിൽ തന്നെ കൈക്കൂലി ഓഫർ ചെയ്ത ശേഷം തുടർന്നങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്നു. ഈ സമയം വിക്രമിൻ്റെ വീട്ടിലേക്ക് ഫുഡ് പ്രോഡക്ട്സ് സപ്ലൈ ചെയ്ത ശേഷം വിശ്വേട്ടൻ അങ്ങോട്ടേക്ക് വരികയാണ്. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ നിന്നുപോയപ്പോൾ ആൾക്കാരെ നല്ല രീതിയിൽ തന്നെ എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നത്രേ. ഇത് കേൾക്കുന്ന അച്ഛൻ, ഇനി എന്തൊക്കെ വന്നാലും നമ്മൾ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നിർത്താൻ പാടില്ല. ആരൊക്കെ ഉപദ്രവിക്കാൻ വന്നാലും നമ്മളതിൻ്റെ മുൻപിൽ കയറി നിന്ന് തന്നെ തടയണം. അതിനുശേഷം സുധാകരൻ മാഷ് പറയുന്നുണ്ട്, വിക്രം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. മാത്രമല്ല വിക്രം എപ്പോഴും സ്വയരക്ഷയ്ക്കും ആളുകളുടെ നന്മയ്ക്കും വേണ്ടി മാത്രമല്ലേ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ടുള്ളൂ. അക്കാലത്തൊന്നും ഞാൻ അതിനെ ന്യായീകരിക്കാനോ അത് തെറ്റല്ലെന്ന് മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല. ഇത് കേൾക്കുന്ന വിശ്വേട്ടൻ, അച്ഛനിപ്പോൾ അവനെ സപ്പോർട്ടും ചെയ്ത് തുടങ്ങിയോ? എന്നാൽ ഇതിന് മറുപടിയായി മാഷ്, അങ്ങനെയല്ല, മുമ്പ് അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പോലും ഞാൻ കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഒരാൾ വർഷങ്ങളായി എന്നെ കബളിപ്പിക്കുമായിരുന്നു എന്ന് പിന്നീടല്ലേ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞ പാടെ എല്ലാവരും നന്ദിനിയെ തന്നെയാണ് തുറച്ചു നോക്കുന്നത്. അവിടെ നിന്നും ആ ഒരു വിഷയം മാറ്റാൻ വേണ്ടി അമ്മ പറയുന്നുണ്ട്, ഇനി എന്തായാലും അതിനെപ്പറ്റി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പോൾ വിശ്വേട്ടൻ മറ്റൊരു കാര്യം കൂടി അവരോടായി പറയുന്നുണ്ട്. അത് നാട്ടുകാരുടെ ഇടയിൽ വേറൊരു സംസാരമുണ്ട്. ഇന്നലെ രാത്രി SI സാബുവിനെ ആരോ തല്ലി അവശനാക്കിയിട്ടുണ്ട്. അത് വിക്രമാണ് ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് കേട്ടപാടെ ഭയന്ന് നിൽക്കുകയാണ് അവരെല്ലാവരും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.